നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു വ്യക്തിയെ അഗാധമായി പ്രണയിച്ചു അല്ലെങ്കിൽ സ്നേഹിച്ചു ആ വ്യക്തിയെ എങ്ങനെ മറക്കാം എന്നതിനെ കുറിച്ചാണ്. എല്ലാവരിലും ഇത് സാധിക്കണമെന്നില്ല, എങ്കിലും ചെറിയ ഒരു ശ്രമം നടത്തി വിജയിച്ചവരുമുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു വ്യക്തിയെ തന്നെ ചിന്തിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ നിർത്താം, അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ എങ്ങനെ മറക്കാം എന്നതിനെക്കുറിച്ചും. പലപ്പോഴും ബന്ധങ്ങളിലുള്ള ഡിസ്കണക്ഷൻ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് ചില ആളുകളെയെങ്കിലും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കോളജി പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഏതെല്ലാം തരത്തിലുള്ള ഡിസ്കണക്ഷനാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാവാം. അതല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നും മാത്രമുള്ള സ്നേഹമാകാം. നമ്മൾ പ്രപ്പോസൽ ചെയ്യുന്ന സമയത്ത് എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോട് തിരിച്ച് ഇഷ്ടമില്ലാത്തത് ആവാൻ കാരണം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ അവരെ നമുക്ക് മറക്കേണ്ടതായി വരും. അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോകുന്നതാവാം. അതും ഒരു തരത്തിലുള്ള ഡിസ്കണക്ഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവർ നമ്മളെ വിട്ട് പിരിയുന്നതാവാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് വിദേശ രാജ്യത്തോട്ട് വല്ല ജോലിക്കും പോകുന്നതാവാം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും പുതിയ ജോലി ലഭിച്ച് പിരിഞ്ഞു പോകുന്നതാവാം. എന്തു തന്നെ ആണെങ്കിലും നമ്മളിൽ നിന്നും അകന്നിട്ടുള്ള ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ചിന്തകൾ എങ്ങനെ നമുക്ക് മായ്ച്ചു കളയാം എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാധാരണ പിരിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന രീതിയിലായിരിക്കും. ഞാൻ ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതായിരിക്കും. നിങ്ങളിലൂടെ കഴിഞ്ഞുപോയ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഡിസ്കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക. ഞാൻ ഈ വ്യക്തിയെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉള്ളത് എങ്കിൽ തീർച്ചയായും വീണ്ടും വീണ്ടും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അത് പലപ്പോഴും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ പോലും ഇല്ലായ്മ ചെയ്യുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണിത്. അനാവശ്യ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളെ നയിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളിലേക്കായിരിക്കും. നെഗറ്റീവായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ തന്നെ ഇല്ലാതാക്കും. അത് ജീവിതത്തിൽ നമുക്ക് വലിയൊരു പരാജയമായി മാറും. അപ്പോൾ എന്താണ് ഇതിനൊരു മാർഗം? നിങ്ങൾ ചെയ്യേണ്ടത് ആലോചിക്കുക, ചിന്തിക്കുക. എത്രത്തോളം ഞാൻ ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിനുശേഷം അത് അംഗീകരിക്കുക. മനസ്സിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാത്ത കാലത്തോളം ഞാൻ ആ വ്യക്തിയെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് ഞാൻ ഓക്കെ ആവും എന്ന് നമ്മൾ പല ആളുകളോടും പറയും. പക്ഷേ നമ്മൾ ഓക്കെ ആകാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സമയമാണ് എല്ലാം എന്ന്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു വ്യക്തിയെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എത്ര സമയമെടുത്താലും, ഒരു മാസം എടുത്താലും, ഒരു വർഷം എടുത്താലും ഒന്നും തന്നെ നമുക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അംഗീകരിക്കുക, അഡ്മിറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്നിട്ട് വീണ്ടും വീണ്ടും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയുക. വീണ്ടും വീണ്ടും പറയുക. ആ പറയുന്ന സമയത്ത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കാണുക. നിങ്ങളെല്ലാവരും ഈ ഒരു സീക്രട്ട് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഡിസ്കണക്ഷൻ ഉണ്ടാവുക ആണെങ്കിൽ തീർച്ചയായും ഇത് ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.